ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ. അയ്യോ ഗൈസ്, വണ്ടി ഓഫായല്ലോ. അയ്യോ ഗൈസ്, കാടിൻ്റെ അടുത്ത്, നമ്മളെ ജുറാസിക് പാർക്കിൻ്റെ അടുത്താണ്. ഡൈനോസർ എങ്ങാനും ഓടി വന്ന് തീർന്ന്. ഗൈസ്, വണ്ടിക്ക് എന്താന്നാലും പറ്റി സ്റ്റാർട്ടാവുന്നില്ലല്ലോ. എന്താ പറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഈ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് ഇതിന് മുന്നേ ഞാൻ ഈ ഒരു വീട് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ സെക്യൂരിറ്റിയുടെ വീട് വല്ലതും ആയിരിക്കും. കാരണം ഇതിന് മുന്നേ ഈ ഒരു റോഡ് പണിയായിരുന്നു. അപ്പോൾ ഇവിടെ പണി നടക്കുന്ന കാരണം ഈ റോഡ് ഇന്നലെ രാവിലെയാണ് തുറന്നത്. അപ്പോൾ ഞാൻ ഇന്നാണ് ഇതിൽ കൂടെ പോകുന്നത്. ഞാൻ എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയതാണ് സാധ്യത. നമുക്കെന്നാലും ഉള്ളിൽ പോയിട്ട് ഹെൽപ്പ് ചോദിച്ചു നോക്കാം. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഹെൽപ്പ് ചോദിച്ചു നോക്കാം. ആ വീട് കണ്ടിട്ട് ആൾതാമസമുള്ളൊരു വീട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗേറ്റൊക്കെ കണ്ടപ്പോൾ എവിടെയോ കണ്ടു പരിചയമുള്ളൊരു വീട്. ഒയ്യോ ഗൈസ്, ഇതാ ഗ്രാനിയുടെ കാറല്ലേ? ആണ്, അതുതന്നെയാണ്. അതുപോലത്തെ ഒരു കാറാണ്. അതാവാൻ ചാൻസ് കുറവാണ്. ബാക്കിലേക്ക് ഒന്ന് പോയിക്കട്ടെ. ഓ ഗൈസ്, ആ മിഷീൻ അടക്കം ഗൈസ്. ഓ അയ്യോ, ഇതാരാ? ആരാ? എന്താ വേണ്ടേ? അത് ശരി, എന്റെ വീട്ടിൽ വന്നിട്ട് ആരാ എന്താണെന്നാ? ആഹാ, നീ ആൾക്കുള്ളല്ലോ. എനിക്ക് എന്താ വേണ്ടേ? അതെനിക്ക് ചെറിയൊരു ഹെൽപ്പാണ്. എൻ്റെ വണ്ടി പോയാ? ചേടാ, അത് പറഞ്ഞില്ലല്ലോ ഫുള്ള്. അപ്പം എന്തിനു പോയത് ഗൈസ്? എന്താണ്ട് ഓയിൽ കൊണ്ട് വരുന്നത്. എടേ, എനിക്ക് ഓയിലൊന്നുമല്ല വേണ്ടേ. എടാ പൊട്ടാ, നിന്റെ കാറിന്റെ ടയറിനാണ് കുഴപ്പം. അവിടെ മൊത്തം ആണിയുണ്ട്. പഞ്ചർ കിറ്റ് അടച്ചിട്ട് വാ. ഗൈസ്, ഇവിടെ ആണിയാണെന്നും എൻ്റെ വണ്ടി പഞ്ചറാണെന്നും അതുപോലെ തന്നെ ഇതൊക്കെ തന്നത് ആ ഒരു പെണ്ണാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ അവൾക്ക് മനസ്സിലായി? ഗൈസ്, എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബാക്കിൽ ആരൊക്കെയോ കടന്ന് കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഗ്രാനിയുടെ വീട് പോലെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണോ അതോ... ഓ ദൈവ പെണ്ണ്. ഓക്കെ ചേച്ചി, എൻ്റെ വണ്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേ നിങ്ങളെ പഞ്ചർ കിറ്റതാ. അയ്യോ ധാരാ. അയ്യോ ഗ്രാനി. അയ്യോ, ഞാനിപ്പോൾ എവിടെയാണ്? ഇതാരാ? ഇതെൻ്റെ കൂട്ടുകാരനല്ലേ? ഇവരെങ്ങനെയാണ് ഇവിടെ എത്തി? ഗൈസ്, ഇവിടെ എന്തൊക്കെയോ സീൻ നടക്കുന്നുണ്ട്. ഗൈസ്, ആളുകളെ കിട്ടാൻ വേണ്ടി ഗ്രാനി വെച്ച പണിയായിരിക്കും അത്. എൻ്റെ പൊന്ന്, റോഡിൽ പോയി ആണി വിതർന്ന് എന്നിട്ട് പഞ്ചർ കിറ്റ് തന്ന് സഹായിക്കുന്നത് എന്തൊക്കെയാണ് ഗൈസ്? എൻ്റെ പൊന്നു ഗൈസ്, എനിക്കാകെ പേടിയാവുന്നത്. നമുക്ക് എന്തായാലും മുകളിൽ പോയി നോക്കാം. ഗ്രാനി എവിടെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ കാറ് ചിലപ്പോൾ ഉണ്ടാകും. അയ്യോ, കാറ് മുകളിലാണ്. അണ്ടർഗ്രൗണ്ടിൽ കൂടെ വല്ല വഴിയുണ്ടോ? അയ്യോ, ഇതും അടച്ചിട്ടിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് തല്ലി പൊളിച്ചതിൽ പോവാ ഇത്. എന്നാലും ഈ ഗ്രാനി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഗ്രാനിക്ക് വട്ടാണോ അതോ? എനിക്കറിയില്ല. നമുക്കെന്നാലും ഗ്രാനി ഇതിൻ്റെ അകത്ത് ഉണ്ടാവാൻ ചാൻസ് 100% ഉറപ്പാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകും. അതായത് എൻ്റെ റൂമിൽ നമ്മൾ നോക്കിയില്ലല്ലോ. ഇവിടെ ചിലപ്പോൾ ഉണ്ടാകും. പുതിയ കിടക്കുന്ന ഗ്രാനി. എൻ്റെ പൊന്നോ ഗൈസ്, ഗെയിമൊക്കെ കളിച്ച എക്സ്പീരിയൻസിലാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കൂടെ മണ്ടുന്നത്. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഗ്രാനി എവിടുന്ന് എപ്പോഴാണ് വരിക എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഓക്കെ, നമുക്ക് ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോവാം. അയ്യോ, ഇതും ക്ലോസ് ആണല്ലോ ഗൈസ്. ഇവിടെയൊക്കെ ക്ലോസ് ആണ്. ഇനി നമുക്ക് കീ, നമ്മളെ ഫ്രണ്ട് ഡോറിൻ്റെ കീ ആകാനാണ് ചാൻസ് കൂടുതൽ. സോ നമുക്ക് എടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചു നോക്കാം. എങ്ങാനും ഡോർ ഓപ്പൺ ആയാലോ? ഗൈസ്, ഓപ്പണായി. ഞാനിവിടുന്ന് എസ്കേപ്പ് ആവട്ടെ. എൻ്റെ പൊന്നോ, ഗ്രാനി ഇന്നലെ തല കടിച്ചതിൻ്റെ വേദന ഇപ്പോഴും ഉണ്ട്. ഭാഗ്യത്തിന് എൻ്റെ തല ഒന്നും പൊട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇന്ന് നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം പറഞ്ഞിട്ട് പോലീസുമായിട്ട് ഇന്ന് ഇങ്ങോട്ടേക്ക് വരാം. സാറേ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ, പറയടാ. അതായത് നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് ഒരു പുതിയ വീട്. എൻ്റെ വണ്ടി അവിടെ എത്തിയപ്പോൾ തന്നെ കറക്റ്റ് ടൈമിന് പഞ്ചറാകുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഹെൽപ്പിന് ചോദിക്കാൻ വേണ്ടി പോയത്. അപ്പോഴാണ് അവിടുന്ന് ഒരു ചേച്ചി എന്നിട്ട് പഞ്ചർ കിറ്റൊക്കെ തന്നെ എന്നെ സഹായിച്ച്. പക്ഷേ പിന്നെ ഞാൻ ആ പഞ്ചർ കിറ്റ് തിരിച്ചു കൊടുക്കാൻ പോയപ്പോഴാണ് എൻ്റെ ബോധം പോയത്. പക്ഷെ ഇത്രയും പറഞ്ഞപ്പോൾ സാറിനൊക്കെ മനസ്സിലായി. അപ്പോൾ സാറ് ഞാനും കൂടിയിട്ട് ഇപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. സോ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സാറേ, ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇതിനകത്താണ് ഞാൻ ഗ്രാനിനെ കണ്ടത്. ഗ്രാനിയോ? ഒന്ന് പോണേർക്കാടുന്ന്. ഗൈസ്, ആ ചെക്കൻ പറഞ്ഞത് സത്യമാണോ അല്ലേന്നൊന്നും അറിയില്ല. ഇത് ഗ്രാനിയുടെ വീഡിയോ തന്നെയാണ്. പക്ഷെ ഗ്രാനി ഇവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അവൻ കണ്ടത് വേറെ വല്ലതും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പേടിച്ചിട്ട് അവൻ ബോധം കിട്ടതായിരിക്കും. പാവം ഗൈസ്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിലൂടെയൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ വീട്ടിലൂടെ ഉല്ലാസിക്കും ഗൈസ്. അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ഞാൻ ഡ്യൂട്ടിയൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതെന്തായാലും മൂടി പോയി നോക്കാം. ഗൈസ്, ബാത്റൂം അടക്കം എല്ലാം അതുപോലെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ഇനി എങ്ങാനും ഇത് ആ സ്ഥലം തന്നെയാണോ?
എൻ്റെ ബാക്കിലാരാ? ഓ നീയാണ്. ആ ഓക്കെ, നമുക്ക് അവനൊന്ന് അഭിനയിക്കാം. അയ്യോ ഗ്രാനി. ഗൈസ് സാറിനെ കാണാല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണേ? അവനും ഈ ഗ്രാനി പിടിച്ചോന്നൊന്നും അറിയില്ല. നമ്മളെ വണ്ടി എന്തായാലും ഇപ്പോൾ ഓക്കെ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി ഒരു ഗണ്ണുമായിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വരാം. സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു, സാർ അത് ഉപയോഗിച്ചില്ലെന്നൊന്നും അറിയില്ല. നമുക്കെന്തായാലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഗണ്ണ് എടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഞാനും അതുപോലെ തന്നെ നമ്മുടെ 2 കൂട്ടുകാരന്മാരും ഇപ്പോൾ അതിൻ്റെ അകത്താണ്. ഞാനും കൂടെ പെട്ടാൽ തീർന്ന്. അതുകൊണ്ട് ഗൈസ് ഞാനൊരു ഗണ്ണുമായിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പോകുന്നത്. സോ ഗ്രാനി എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും ഒരു വെടിയായിരിക്കും ഗ്രാനിയുടെ നെന്നത്ത് കൂടെ കയറാൻ പോകുന്നത്. സോ എന്തായാലും ഞാൻ ഗണ്ണുമായിട്ടാണ് ഇപ്പോൾ ഇനി പോകുന്നത്. സോ ഗായ്സ് ഞാനങ്ങനെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അണ്ടർഗ്രൗണ്ടിൽ. ഓ ദാണ്ട്രാ ഗൈസ്, സാറും എൻ്റെ കൂട്ടുകാരനും അവിടെ നിൽക്കുന്നുണ്ട്. സോ നമുക്കിപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഗ്രാനിനെയാണ്. എന്നിട്ട് മതി നമുക്ക് ഇവന്മാരെടുക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഗ്രാനിനെ തീർക്കണം, എന്നിട്ട് മതി കേട്ടോ. സാറിന് എന്നാലും സാറ് ധൈര്യത്തോടെ പോയതാണ്. എന്നിട്ട് എൻ്റെ അകത്ത് നിന്ന് സംഭവിച്ചതെന്നൊന്നും അറിയില്ല. പ്ലസ് ഗ്രാനിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, ചിലപ്പോൾ ആ വഴി ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ബാക്ക് സൈഡിൽ കൂടെ പോയി നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ഗ്രാനി നമ്മളെ മുന്നിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഗണ്ണൊക്കെ ലോഡഡാണ്. ഗണ്ണ് കണ്ടാൽ ചിലപ്പോൾ ഗ്രാനി തീരിന് മണ്ടാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് നമുക്കിപ്പോൾ വെടി വെച്ചാലോ? ഓക്കെ ഗൈസ്, അങ്ങനെ ഗ്രാനിയുടെ കാര്യം ഇതോടുകൂടി അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ഇനി നീക്കും ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും ഓക്കെ, ശരിയായിട്ടുണ്ട് ഇപ്പോൾ. എൻ്റെ മോനെ ഗൈസ്, എനിക്ക് വെടിയേക്കാനും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവർ 2 പേരും അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 പേരും ഇന്ന് എൻ്റെ വീട്ടിലാണ് നിൽക്കാൻ പോകുന്നത്. നാളെ എങ്ങാനും നമുക്ക് ഇവരെ കൊണ്ടുപോയി ആക്കാം കേട്ടോ.